അസ്സലാമലൈക്കും. എല്ലാവരും ഈദൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്നലെ ഞാൻ ഈദിന്റെ പോസ്റ്റ് ഇട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം അതില് ഞാൻ കുക്കിങ്ങിന്റെ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ഞാൻ അങ്ങനെ കാണിക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തത് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തെന്നേ ഉള്ളൂ. കാരണം അതൊരു ലെങ്തി വീഡിയോ ആയിപ്പോവും ഞാൻ മുഴുവനായിട്ട് കാണിക്കാൻ നിന്നാല്. അതുകൊണ്ടാണ് അത് സ്പീഡാക്കി പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതില് ഞാൻ ഇട്ട പുഡിങ് ഒരുപാട് പേര് അതിന്റെ റെസിപ്പി കറക്റ്റായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട ആ കുക്കിങ്ങിന്റെ വീഡിയോസില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പലരും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. പുഡിങ്ങിന്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ കറക്റ്റായിട്ട് ഞാൻ സ്ലോയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ എന്റെ 2 വ്യൂവേഴ്സ് പ്രത്യേക ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു മകനാണ് എനിക്ക് മെയിൽ ചെയ്തത് ഉമ്മാക്ക് വേണ്ടിയിട്ട്, സുനീറ ഫ്രം കാലിക്കറ്റ്. പിന്നെ ഒന്ന് ഹനീന ഫ്രം മലപ്പുറം. 2 പേർക്കും എന്റെ പ്രത്യേക ഹായ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായ മത്തബക്കാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പൊ ഇതും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ മുർത്തബക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ മൈദയിലേക്ക് ഞാനിവിടെ 50 ഗ്രാമിന്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് മാവുമായിട്ട് മിക്സായി കിട്ടാനാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുന്നത്. ശരിക്കും നമ്മൾ പുട്ടിന്റെ പൊടി നനയ്ക്കില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ ഈ ബട്ടറും മൈദയും കൂടി ഒന്ന് തിരുമ്മിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വാം വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അതായത് ചെറു ചൂടുവെള്ളം. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാവിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റെങ്കിലും നല്ല ശക്തിയായിട്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിൽ വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിനി കുക്കറിൽ വെച്ചിട്ട് കുറച്ച് മസാല ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഈ ചിക്കനെ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇത്രയും മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊരു 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഈ ഇരിക്കുന്ന ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിവിടെ ഈ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ ചിക്കന് ഒന്ന് ഇതുപോലെ 2 ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തണുത്ത ശേഷം ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇതുപോലെയാണ് ഇളക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ സൂപ്പിലൊക്കെ ഇടത്തില്ലേ, ആ ഒരു രീതിയിൽ ഇളക്കിയെടുത്താൽ മതി. ഇങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഇത് കഴിക്കുമ്പം കിട്ടത്തുള്ളൂ. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ചിക്കനെല്ലാം ഞാനിവിടെ ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ? പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബെൽ പെപ്പേഴ്സ് 3 കളർ എടുത്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീന്, പിന്നെ ഒരു സവാള, കുറച്ച് മല്ലിയില. ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
ഇനി കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിന്റെ അളവ് കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഒറിഗാനോയും. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഇടുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ മാവ് പരത്തിയിട്ട് അതിനകത്തേക്ക് ഈ ഫില്ലിംഗ് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാറ്റി വെച്ചിട്ട് മാവൊന്ന് പരത്തി കൊടുക്കാം. ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചു കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു അളവിൽ നമുക്കൊരു 4 മർത്തബക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് പരത്തിയെടുക്കാം. നല്ലതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇത് വല്ലാതെ കട്ടിയായിട്ടിരിക്കും. കണ്ടോ, ഇതുപോലെ മാക്സിമം വലിപ്പത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് വേണം വെച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിളിൻ്റെയും മുട്ടയുടെയും കൂട്ട് വെച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് വെച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കണം. ഓവറായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കണം. അതായത് ഇതുപോലെ വേണം ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഈ ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പരത്തി ഫില്ലിംഗ് വെച്ച് എടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്ക് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറച്ച് കൊടുക്കണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഒരേ സമയം തന്നെ നമുക്ക് 2 എണ്ണമോ 3 എണ്ണമോ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരു സൈഡ് കുറച്ച് റെഡി ആകുമ്പോഴേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ചും മറച്ചു വിട്ടിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് ഒന്ന് വെന്ത ശേഷം മാത്രം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അതായത് നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലേ ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ 4 വശവും വേകാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. ഇതിവിടെ 2ഉം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മർത്തബക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.